ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹണി ചിക്കൻ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മോൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അവനിത് ഇഷ്ടമാണ്. ഞാനിത് കഴിക്കില്ല, അദ്ദേഹം കഴിക്കും, മോനും കഴിക്കും. അതിനായിട്ട് ഞാൻ 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ചില്ലി സോസ് 1/2 ടീസ്പൂൺ. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. മുട്ട ഒരെണ്ണം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി 1/2 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ചിക്കൻ ക്രിസ്പി ആവാനാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹണി ചിക്കൻ വെസ്റ്റേണിലും ചൈനീസിലും വളരെ പോപ്പുലറാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നെപ്പോലെ പഴയ ആൾക്കാർക്ക് അതത്ര ഇഷ്ടമാവില്ല. എനിക്കെന്തായാലും ഇഷ്ടമല്ല. ഫ്രൈ ആയി എല്ലാം ഗോൾഡൻ ബ്രൗൺ നിറമായപ്പോഴേക്കും ഞാൻ എല്ലാം കോരിയെടുത്തു. ഇനി ഇതിനൊരു സോസ് കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിൽ 3 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു. ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലെക്സ് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, സോയാ സോസ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയിട്ട് ബട്ടർ മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയത് ആണ് ഇപ്പം ഇട്ടത്. ഒരു 10-30 സെക്കൻഡ് ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സോസ് കൂടി ഒഴിച്ച് ഒരു 10-20 സെക്കൻഡ് ഒന്ന് കുക്കാവട്ടെ. ഇത് അല്പം ഒന്ന് തിക്കായി വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സോസും കോൺഫ്ലവർ എല്ലാം ഒന്ന് നല്ലപോലെ കുക്കായി ഒന്ന് തിക്കായി വരുമ്പോഴേക്കും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 സെക്കൻഡ് ഒന്നുകൂടി കുക്കാക്കി എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ സീസമി സീഡ് കൂടി ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ എള്ള്, വൈറ്റ് എള്ള്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.